ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരു വാഹനത്തിനായി 9 മാസം അന്താരാഷ്ട്ര നിലയത്തിൽ കാത്തിരുന്ന സുനിത വില്യംസിന്റെ കഥ ലോകം മുഴുവൻ ഉത്കണ്ഠയോടെ ചർച്ച ചെയ്യുമ്പോൾ ബഹിരാകാശ ചരിത്രത്തിൽ തികച്ചും ഒറ്റപ്പെട്ട 2 യാത്രികരുടെ കഥ കൂടിയുണ്ട് കേൾക്കാൻ. ഒന്നാമൻ 1969 ആംസ്ട്രോങ്ങിനും ആൾഡ്രിനുമൊപ്പം ചന്ദ്രനിലേക്ക് പോയ മൈക്കൽ കോളിൻസ് ആണ്. രണ്ടാമത്തെയാൾ 1991 റഷ്യയുടെ മിർ സ്റ്റേഷനിലേക്ക് പോയ സെർജി കോൺസ്റ്റാന്റിൻ ക്രിക്കലോവ്. 1969 ജൂലൈ 20 ആംസ്ട്രോങ്ങും ആൾഡ്രിനും ഈഗിൾ എന്ന പേടകത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ അവരുടെ മാതൃപേടകമായ കൊളംബിയയിൽ തനിച്ച് ചന്ദ്രനെ ചുറ്റാൻ നിയുക്തനായിരുന്നു കോളിൻസ്. ലോകം മുഴുവൻ ആംസ്ട്രോങ്ങിനെയും ആൾഡ്രിനെയും നെഞ്ചേറ്റി ചരിത്രത്തിന്റെ ഭാഗമാക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ലോകത്തെ ഏറ്റവും ഏകാഗിയായ മനുഷ്യനായി തീർന്നു കോളിൻസ്. ഒരു ദിവസത്തോളം അദ്ദേഹം തനിച്ച് പേടകത്തിൽ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കെ 12 മണിക്കൂറോളം വാർത്താവിനിമയ ബന്ധമറ്റ് തീർത്തും ഒറ്റപ്പെട്ടു. ഓരോ ഭ്രമണത്തിലും ചന്ദ്രന്റെ മറുവശത്ത് എത്തുമ്പോൾ 3/4 മണിക്കൂർ വീതം ഭൂമിയുമായുള്ള വാർത്താവിനിമയ ബന്ധം നിലച്ചുകൊണ്ടിരുന്നു. ഭൂമിയെ കാണാൻ പോലുമാകാതെ തീർത്തും ഒറ്റപ്പെട്ട ആ സമയത്തെപ്പറ്റി തന്റെ ഓർമ്മക്കുറിപ്പിന്റെ സമാഹാരമായ കാരിയിങ് ഫയർ എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെ: ഇപ്പോൾ ഞാൻ തനിച്ചാണ്, ഞാൻ മാത്രം. പ്രപഞ്ചത്തിലെ അറിയപ്പെടുന്ന ജീവസ്പന്ദനങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. എന്റെ ജനാലയ്ക്കപ്പുറം നക്ഷത്രങ്ങൾ മാത്രം. ചന്ദ്രന്റെ മറുഭാഗത്ത് കൂരിരുട്ട്, ഒന്നും കാണാനാവില്ല. എന്നോടൊപ്പം വന്ന സുഹൃത്തുക്കൾ ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുന്നു. അവർ തിരികെ എത്തുമോ എന്നെനിക്കറിയില്ല. ഈഗിൾ പേടകം ചന്ദ്രോപരിതലത്തിൽ നിന്ന് കുതിച്ചുയരുമെന്ന് എന്താണ് ഉറപ്പ്? ഉയർന്നാൽ തന്നെ എന്റെ പേടകത്തിൽ സന്ധിക്കുമെന്നും ഉറപ്പിക്കാനാവില്ല. 6 മാസമായി എന്റെ ഉത്കണ്ഠ ഇതൊക്കെയാണ്. ആംസ്ട്രോങ്ങും ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധം കുടുങ്ങി മരിക്കുകയും ജഡം പോലും വീണ്ടെടുക്കാനാവാതെ ഉപേക്ഷിച്ച് ഞാൻ തനിച്ച് ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന അതിഭീകരമായ അവസ്ഥ എന്നെ ഉലയ്ക്കുന്നു. ഇത്തരത്തിൽ നടുക്കുന്ന ഏകാന്ത ചിന്തകൾ ലോകചരിത്രത്തിൽ തന്നെയില്ല. ഇത്രയും തീക്ഷ്ണമായ അനുഭവ സമ്പത്തുണ്ടായിരുന്നിട്ടും കോളിൻസിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യന്റെ പേര് ചോദിച്ചാൽ ആംസ്ട്രോങ്ങിൽ ഒതുങ്ങും. ആൾഡ്രിനെ പോലും ഓർക്കാത്ത സ്ഥിതിയിൽ കോളിൻസിന്റെ കാര്യം ആരോർക്കാൻ? എന്നാൽ കോളിൻസ് വിജയകരമായി മാതൃപേടകം നയിക്കാൻ ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ ഇറക്കവും മടക്കവും നടക്കില്ലായിരുന്നു. നാസയുടെ മിഷൻ കൺട്രോൾ സെന്റർ കോളിൻസിനെ വിശേഷിപ്പിച്ചത് ആദാമിന് ശേഷം ഏറ്റവും ഏകാഗിയായ മനുഷ്യൻ എന്നായിരുന്നു. 2021 90-ാം വയസ്സിലായിരുന്നു കോളിൻസിന്റെ അന്ത്യം. റഷ്യയുടെ ബഹിരാകാശ നിലയമായ മിർ സ്റ്റേഷനിലേക്ക് പോയ സെർജി ക്രിക്കലോവിനുണ്ടായത് മാതൃരാജ്യം തിരിഞ്ഞു നോക്കാത്ത 311 ദിനം സ്പേസിൽ കുടുങ്ങിയ ജീവിതമാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ക്രിക്കലോവിനെ മടങ്ങാനാവാത്ത വിധം കുടുക്കിക്കിടത്തിയത്. 1991 മെയ് 18 സോവിയറ്റ് പൗരനായി ബഹിരാകാശത്തേക്ക് പോയ ഇദ്ദേഹം 1992 മാർച്ചിൽ മടങ്ങി വരുമ്പോൾ മാതൃരാജ്യം ഉണ്ടായിരുന്നില്ല. 1991 ആഗസ്റ്റ് 19 പ്രഭാതത്തിൽ മോസ്കോയിലെ റെഡ് സ്ക്വയറിലേക്ക് ടാങ്കുകൾ ഉരുണ്ടു. അതിൽ ഒന്നിനു മുകളിൽ എൽസ്റ്റിൻ എന്ന നേതാവുണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഔദ്യോഗിക അറിയിപ്പ് വന്നു: സോവിയറ്റ് പ്രസിഡന്റ് ഗോർബച്ചേവ് ആരോഗ്യ കാരണത്താൽ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ആ അറിയിപ്പ് വന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഗോർബച്ചേവ് അധികാരം തിരിച്ചു പിടിച്ചെങ്കിലും രാജ്യത്തിന്റെ ഭാവി മുദ്ര വെച്ചു കഴിഞ്ഞിരുന്നു. ഇതൊന്നും തന്നെ ക്രിക്കലോവ് അറിയുന്നുണ്ടായിരുന്നില്ല. ഗോർബച്ചേവ് വീണ്ടും അധികാരമേറ്റ് 3 മാസം കൂടി കഴിഞ്ഞപ്പോൾ ഡിസംബറിൽ യെൽസിൻ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട് പ്രസിഡന്റായി സ്ഥാനമേറ്റു. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ ക്രിക്കലോവിനെ മടക്കിക്കൊണ്ടുവരാൻ ഒരു പേടകം അയക്കാൻ പറ്റാത്ത വിധം റഷ്യയുടെ ഖജനാവ് കാലിയായിരുന്നു. മാത്രമല്ല 11 പ്രവിശ്യകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര രാജ്യങ്ങളുമായി കഴിഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ബൈക്കനൂർ കോസ്മോഡ്രോമും ഉൾപ്പെട്ട ഖസാക്കിസ്ഥാനും ഉണ്ടായിരുന്നു. ബൈക്കനൂരിൽ ആയിരുന്നല്ലോ സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ക്രിക്കലോവിനെ മടക്കിക്കൊണ്ടുവരേണ്ടത് ഖസാക്കിസ്ഥാനോ റഷ്യയോ എന്നായി തർക്കം. ഇതൊന്നും അറിയാതെ മടക്കവാഹനം കാത്തിരിക്കുന്ന ക്രിക്കലോവിന് ഏക ആശ്വാസം ഭാര്യയുമായി നിത്യേന സംസാരിക്കാനായി എന്നത് മാത്രം. മിഷൻ കൺട്രോൾ സെന്ററിൽ ജീവനക്കാരിയായിരുന്നു ഭാര്യ. എന്നാൽ സംസാരം തീർത്തും ഔദ്യോഗിക വിഷയങ്ങൾ മാത്രം. അതും ഇടയ്ക്കിടെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. സാമൂഹികമായ ഒറ്റപ്പെടലും വാർത്താവിനിമയത്തിലെ നിരന്തര തടസ്സവും ക്രിക്കലോവിനെ മാനസിക സമ്മർദ്ദവും കൂട്ടിക്കൊണ്ടിരുന്നു.
ഇതിനിടെ മിഷൻ കൺട്രോൾ സെന്ററിൽ ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരവും തുടങ്ങിയിരുന്നു. അങ്ങനെ പേശിയും അസ്ഥിയും ക്ഷയിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞ ക്രിക്കിലോവിന്റെ ജീവിതം ആഗോള മാനുഷിക പ്രശ്നമായി തന്നെ ഉയർന്നു. 10 മാസത്തിനിടെ 5000 തവണ ഭൂമിയെ വലം വച്ച ക്രിക്കിലോവ് ഓരോ തവണ റഷ്യയ്ക്ക് മുകളിലൂടെ പോകുമ്പോഴും തന്നെ മടക്കിക്കൊണ്ടുവരാൻ വാഹനം വരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിൽ സോയുസ് പേടകം എത്തി. 1992 മാർച്ച് 25-ന് കസാഖിസ്ഥാനിലെ മരുഭൂമിയിൽ കോർലോവിന്റെ പേടകം സുരക്ഷിതമായി ഇറങ്ങി. അപ്പോഴേക്കും പാസ്പോർട്ട് ഇല്ലാത്ത, പിടിക്കപ്പെടാത്ത സോവിയറ്റ് പൗരനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 76-കാരനായ ക്രിക്കിലോവ് റഷ്യയിൽ വിശ്രമ ജീവിതത്തിലാണ്. ആ ദൗത്യത്തിന് ശേഷം അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിൽ അന്താരാഷ്ട്ര നിലയത്തിൽ പോയി താമസിച്ചിരുന്നു ക്രിക്കിലോവ്. അങ്ങനെ 2 ബഹിരാകാശ നിലയങ്ങളിൽ താമസിക്കാൻ ഭാഗ്യമുണ്ടായ ഏക വ്യക്തിയുമായി അദ്ദേഹം